ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ ആരിഫിൻ്റെ ഫാമിലി തിരിച്ച് സൗദിയിലോട്ട് പോണ വീഡിയോ ആണ്. ആക്ച്വലി ഇത് ഓഗസ്റ്റ് 14 തീയതിയാണ് കേട്ടോ പോണത്. എന്നാലും ഈ വീഡിയോസൊക്കെ പതുക്കെ യൂട്യൂബ് ചാനലിൽ വരുള്ളൂ. ഞാനാണ് എഡിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് പതുക്കെ വരത്തുള്ളൂ. വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴാട്ടോ പോയത്. രാത്രിയാണ് ഫ്ലൈറ്റ്. രാത്രി 10:45 ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ ആരിഫ് വണ്ടിയിലിരുന്ന് ഉറങ്ങി. ആ സീനാണ് കേട്ടോ ഈ സീൻ കണ്ടത്. അവളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചനുപ്പിച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. നമ്മൾ എയർപോർട്ട് എത്തി, അതുവരെ അവൾ ഉറങ്ങി. അവളവിടെ എത്തിയപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ അവൾ ഓടിപ്പോയി ഛർദ്ദിക്കണം എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെയോ പോയി ഛർദ്ദിച്ച് വെള്ളമൊക്കെ കൊടുത്തു. ആക്ച്വലി 14 തീയതി രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ 15 തീയതിക്കുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവളിങ്ങനെ ട്രോളി ഒക്കെ വന്നപ്പോഴത്തേനും അതിൻ്റെ മണ്ടിൽ കയറി നിന്ന് ചാറ്റൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതൊക്കെ. പിന്നെ അവൾക്ക് കുഞ്ഞുനാൾ മുതൽ ഇതിലൊക്കെ കയറി ശീലമുള്ളത് കൊണ്ട് അവൾ ഓക്കെയാണ്. അവൾ എപ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ്. പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അമ്മൂമ്മ അവൾ താഴെ ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. വലിയ കുട്ടിയായി എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ ഉള്ള സീനാണിത്. ഭയങ്കര ശോകം സീനായിരുന്നു. കുറേ 4 മാസം ഏകദേശം എല്ലാവരും ചേച്ചിയും ഗൗരിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ വന്നു, കുറച്ച് എൻജോയ് ചെയ്തു. പിന്നെ ഞാനാട്ടോ വീഡിയോ എടുക്കണം, അതുകൊണ്ട് എന്നെ ഇതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ബായ് എന്നെല്ലാം പറഞ്ഞിട്ട് പോവാണ്. കുറച്ച് ഇമോഷണലായിപ്പോയി. കുഴപ്പമില്ല, അടുത്ത വെക്കേഷൻ അവർ വരുമല്ലോ. എല്ലാവരും ഫോണൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു മിസ്സിങ് ഉണ്ടാവില്ല. എന്നാലും ഒരു ചെറിയൊരു മിസ്സിങ് പോട്ടെ. എന്നിട്ട് അത് ആ മിസ്സിങ് എല്ലാവരും മുഖത്തും ആയപ്പോഴത്തേനും ചേച്ചിക്കും ഭയങ്കര ഒരുമാതിരി സങ്കടമായിരുന്നു. ചേച്ചിയും ഭയങ്കര സങ്കടത്തിലൊക്കെ ആയിരുന്നു പോയത് കേട്ടോ. പോയപ്പോഴത്തേനും നമുക്ക് കുറച്ച് വിഷമൊക്കെ ആയിരുന്നു. സങ്കടമായി പോട്ടെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ലീവിന് ശരിയാക്കാറുണ്ട്. അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട്. അച്ഛനും അമ്മയ്ക്ക് ഇതിപ്പോൾ ആര് പോയാലും അവർക്ക് ഭയങ്കര സങ്കടം. വന്നിട്ട് പോകുമ്പോൾ ആദ്യം പെട്ടെന്ന് ഒരു സ്ഥലം വെച്ച് ഭയങ്കര കംഫർട്ടബിൾ ആവും. അതുകൊണ്ട് അവൾ സൗദിയിൽ പോയാൽ സൗദിയിലെ രീതിയായിട്ട് അവൾ അഡ്ജസ്റ്റ് ആണ്. നാട്ടിലാണെങ്കിൽ നാട്ടിൽ രീതിയായിട്ട് അഡ്ജസ്റ്റ് ആണ്. അപ്പോൾ ഷീസ് ഓൾവേസ് ഫൈൻ. അങ്ങനെയാണ്. അതുകൊണ്ട് അവർക്ക് ഓക്കെ ആയിരുന്നു. ഇപ്പോൾ ബായ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നതിന് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കുറച്ച് വീഡിയോസൊക്കെ എടുത്തുള്ളായിരുന്നു. ഇത് അവർ അകത്ത് കയറിയപ്പോൾ ചേച്ചി എടുത്തിട്ട് എനിക്ക് അയച്ചിട്ടാണ് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി അകത്തുള്ള വീഡിയോസൊന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പം അവർ പോണ വരെയുള്ള വീഡിയോസ് എന്ന രീതിക്ക് ചേച്ചി എടുത്ത് തന്നതാണ്. ലഗേജ് കുറേ ഉള്ളത് കൊണ്ട് എങ്ങനെ തിരിച്ച് കൊണ്ടുവരുന്ന ഒരു ഡൗട്ട് നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ ലഗേജൊക്കെ പറഞ്ഞയച്ച് തിരിച്ച് ഒന്നും കൂടെ കാണാൻ വന്നു. അപ്പോൾ അവൾ ബായൊക്കെ പറഞ്ഞിട്ട് പോകാട്ടോ. ഇനിയിപ്പോൾ കാണാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ അവരകത്തോട്ട് കയറാണ്. ഇത് അകത്ത് കയറിയിട്ടുള്ള വീഡിയോസാണ് ചേച്ചി എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ അവൾ എൻജോയ് ചെയ്തിട്ട് തന്നെ പോകണം. അവൾക്ക് അങ്ങനെ ഇതൊന്നും ഇല്ല. നമുക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം. നമ്മൾ അവിടെ നിന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവർ കയറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോയത്. ഇനി നാട്ടിൽ വീഡിയോസ് കുറേ ഇടാനുണ്ട് കേട്ടോ. അതൊക്കെ ഇനി അവർ അവിടെ പോയാലും പതിയെ എല്ലാം പോസ്റ്റ് ചെയ്യും. അപ്പോൾ നാട്ടിലാണെന്നൊന്നും വിചാരിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.